സത്യത്തിൽ ഈ സി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിയുടെ പരിപാടി ഉണ്ടല്ലോ, പാർട്ടിയും സി ജെ പി കോക്രോച്ച് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രതിഷേധ സംബന്ധമായിട്ട് ഈ ഇന്ത്യ മുഴുവനുമുള്ള പല സംഘടനകൾ, അതായത് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് ഒക്കെ പോയി ബി ജെ പിക്ക് എതിരായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു നാണക്കേടാണ് അവരെ സംബന്ധിച്ച്. എന്താണെന്ന് ചോദിച്ചാൽ അത് ശരിക്കും ബി ജെ പിക്ക് മനസ്സിലായില്ല. ഇത് മോഡിയോട് ആരുടെ ഒന്നും പറഞ്ഞു കൊടുത്താൽ മതി. അതായത് ഈ എസ് എഫ് ഐ ഉണ്ട്, കെ എസ് യു ഉണ്ട്, വിദ്യാർത്ഥി സംഘടനയെന്നും പറഞ്ഞുകൊണ്ട് കാലാകാലങ്ങളായിട്ട് പാരമ്പര്യമായി കാത്തു സൂക്ഷിക്കുന്ന അങ്ങേ അറ്റത്തെ വിദ്യാഭ്യാസ ഉള്ള പാർട്ടികളാണ് ഇവരൊക്കെ. വേറെ എങ്ങും ഇല്ലേ? അവിടെ അത്രയും പിള്ളേർക്ക് വേണ്ടിയിട്ട് സി ജെ പി ഉണ്ടാകേണ്ടി വന്നു, അല്ലെങ്കിൽ സി ജെ പി എന്നൊരു സാധനം അവരുണ്ടാക്കേണ്ടി വന്നു എന്ന് പറയുന്നിടത്ത് പരാജയം മനസ്സിലാവാതെ രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യങ്ങൾ, ഇവിടുന്ന് റഹീമിന് അഭിവാദ്യങ്ങൾ, എല്ലാവരും പൂക്കിക്ക് അഭിവാദ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ സമരത്തിനിടയിൽ പോയി ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കിയ വാണങ്ങളാണിവർ. അതായത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. ബി ജെ പി പിന്നെ മറ്റേ ബി പിയും പാർട്ടീസും ഒന്നും പിന്നെ ഇതിനകത്ത് വന്നില്ല. എ എഫും അങ്ങനത്തെ കേസ് കെട്ടുകൾ ഒരുപാടുണ്ട് ഇവിടെ. ഭയങ്കര സംഘടനകളാണ്. വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞാൽ ഇവരാണ്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാതെ അവരവിടെ കോക്രോച്ച് എന്നും പറഞ്ഞുകൊണ്ട് എന്തോ ഒരു പുതിയ പരിപാടി ഓൺലൈനിൽ ഏതോ ഒരുത്തൻ ചെയ്തെന്നൊക്കെ പറയുന്നു. വളരെ നിസ്സാരമായിട്ട്, എന്താ ഈ പറയുന്നത്, നിസ്സാരമെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ആ ഒരു നിലവാരം അവർക്കുണ്ടാകുന്നു. പക്ഷേ ഇവർക്ക് അതുപോലും ഇല്ല. ഇവർ നാണമില്ലാത്ത ഉളുപ്പില്ലാതെ അവിടെ പോയി ഉണ്ടാക്കാൻ നിൽക്കുക. ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുടെ നാണം കെട്ടവന്മാരെ. ശരിക്കും നാണക്കേടായിപ്പോയി നിങ്ങൾക്ക്. അല്ലാതെ അത് ബി ജെ പിയൊക്കെ കൂടുതൽ നാണക്കേട് ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടികൾക്കാണ്. കാരണം ഇവരൊക്കെയായിരുന്നു ആ പ്രതിഷേധം നടത്തേണ്ടത്. പക്ഷേ അവരുടെ കൂടെ കൂടാൻ പിള്ളേരില്ല. കാരണം ഇവരും കറപ്റ്റഡാണെന്നുള്ളത് പിള്ളേർക്ക് മനസ്സിലായി. ഇനി വലിയ രക്ഷയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ 3 ടീമിനെയും മിക്കവാറും ന്യൂജൻ വരുമ്പോഴത്തേക്കിന് തള്ളി പുറത്ത് കളയും. ഒരു പട്ടി പോലും കാണത്തില്ല ഇവന്മാരോടൊന്നും, ഞാൻ ഉറപ്പ് പറയാം. കാരണം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടോ ഒന്നും അല്ല ഇവരൊന്നും ഒരു പരിപാടിയും ചെയ്തേക്കുന്നത്. ഇവരുടെ പാർട്ടി വളർത്താനും അല്ലെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ഈ കിടന്ന ആവേശം കൊള്ളിച്ച് പിള്ളേരെ തമ്മിൽ തെല്ലിച്ചതും അല്ലാതെ വേണ്ട രീതിയിൽ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെന്ന് പിള്ളേർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒരെണ്ണത്തിനെയും കൂടെ ആരും കാണത്തില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. അതിനിടെ ഇവിടെ നിന്ന് പോയിട്ട് അവിടെ കിടന്നുകൊണ്ട് ഇതിനിടയിൽ കിടന്ന് ഈ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ പോയ പോലെ ഉളുപ്പില്ലാത്തവന്മാർ കുറേ എണ്ണം അവിടെ ചെന്ന് ഇറങ്ങി ബി ജെ പിക്കെതിരെ ഉണ്ടാക്കാനായിട്ട് പോയ പോലെ. അതിന് ഇവൻ്റെ ഒന്നും ഒരു ആവശ്യം അവിടെ ഇല്ലാന്ന് ശരിക്കും പറഞ്ഞാൽ. ഇവന്മാർ പോവാതിരുന്നതിനെ കുറച്ചുകൂടെ ഭംഗിയുണ്ടാകുന്നു. ഇവർക്കും അത് തന്നെയാണ് വേണ്ടത്. ഒരു മര്യാദ വേണമായിരുന്നു, മാന്യത വേണമായിരുന്നു. ഇത് ചുമ്മാതെ പിള്ളേരെങ്ങാണ്ട് കോക്രോച്ച് എന്നും പറഞ്ഞൊരു പരിപാടി തുടങ്ങിയപ്പോൾ അതിനകത്ത് പോയി അതിനകത്തുനിന്ന് വല്ലതും കിട്ടുമോ നക്കാപ്പിച്ച വെറുക്കാൻ പോയ തീട്ടം തീനികളെ. നിങ്ങൾക്ക് എന്താടേ ഇത് പറ്റാഞ്ഞേ? എനിക്ക് അത്രേ പറയാനുള്ളൂ. അത് പറ്റത്തില്ലെന്ന് പിള്ളേർ മനസ്സിലാക്കിയത് കൊണ്ടാണ് കോക്രോച്ച് ഉണ്ടായത്. അല്ലാതെ നിൻ്റെയൊക്കെ മറ്റിടത്ത് സംഘടന ഇവിടെ ഇരിക്കുക, കെ എച്ച് യു, എച്ച് എഫ് ഐ, എന്നിട്ട് എവിടെയെല്ലാം അവിടെ നിന്ന് ഒരു പട്ടിക്കും വേണ്ടേ അപ്പോൾ ഇതിനെ ഒന്നും എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ഇവിടെ പോലും ഒന്നും നടന്നില്ല. ഇവിടെ എന്തെല്ലാം സംഭവങ്ങൾ നടന്നു. ഇവിടെ എത്ര വിദ്യാർത്ഥി സമരങ്ങൾ നടന്നു. പി എസ് സിക്ക് പരീക്ഷയ്ക്ക് പാസ്സായിട്ട് റാങ്ക് ലിസ്റ്റ് ഉള്ളവർക്ക് ജോലി കിട്ടിയില്ല. മണ്ണ് വാരി തിന്നുന്ന പെണ്ണുങ്ങൾ, എന്തോരം പ്രശ്നങ്ങളിവിടെ ഉണ്ടായി. അപ്പോഴൊന്നും ഇല്ലാത്തൊരു പ്രത്യേക സാധനം കൊണ്ട് സി ജെ പിയുടെ തീട്ടം തിന്നാൻ പോയത് എന്തൊരു നാണക്കേടായി പോകുമെന്ന് ആലോചിച്ചാൽ മതി. മനസ്സിലായല്ലേ? പിന്നെ ബി ജെ പിയോട് വിരോധമുള്ളത് കൊണ്ട് കണ്ടു നിൽക്കാനൊരു രസമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അല്ലാതെ ഒരു ക്രെഡിറ്റും ഇല്ല. രാഹുൽ ഗാന്ധിക്കാണ്ട് അഭിവാദ്യം വന്ന് ഈ രാഹുൽ ഗാന്ധിക്ക് നാണമുണ്ട്. വിജയുടെ വാലയിൽ പോയി നിൽക്കും, ഇവിടെ വന്ന് വായും പൊളിച്ച് നിൽക്കും. എവിടെയെങ്കിലും ആരും എന്തിനു പൊങ്ങി അവിടെ എല്ലാം കയറി ചെന്ന് ഈ എന്ത് പറയണ്ടേ, ഈ വാഴ നനയുമ്പോൾ ചീര നനയാൻ പോകുന്ന പോലത്തെ ഒരു അവസ്ഥയുള്ള ഒരു മനുഷ്യനായിട്ട് ഇങ്ങനെ ജീവിക്കാൻ നാണമില്ലേ ഈ പപ്പുവിന്? വെറും പപ്പുവാ അത്, വേസ്റ്റ്. ആരും വകവെക്കാൻ പോകുന്നില്ല. ബി ജെ പിയിലെ പിള്ളേർ അതിലൊക്കെ എത്ര ബെറ്റർ. ഇയാളെയും ഈ പറഞ്ഞ പോലെ ഗാന്ധി എന്ന് പറഞ്ഞ് ഇവിടെ കുറേ എണ്ണം ഈ അടിമകൾ പൊക്കിയെടുത്ത് നടക്കുന്നതല്ലാതെ ഞാൻ ഇതുവരെ ഒരു സ്ഥലത്ത് വളരെ കുറച്ച് ക്വാളിറ്റി സ്പീച്ചേ പുള്ളിയുടെ കേട്ടിട്ടുള്ളൂ. അല്ല തൈര് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സാധനത്തിനെയൊക്കെ പൊക്കിയെടുത്ത് നടക്കാനുള്ള ഗതികേട് കോൺഗ്രസ്സുകാർക്കുണ്ടാവും. പക്ഷേ അത് ബാക്കിയുള്ളവർക്ക് ഇല്ലെന്നുള്ളതും ഇവിടെ വളരെ വ്യക്തമാണ്. സി ജെ പി എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടാകുന്നത് തന്നെ ഇവരുടെയൊക്കെ പരാജയം കൊണ്ടാണ്. അത് ബി ജെ പിയുടെ പരാജയമൊന്നുമല്ല. അതിലും വലിയ പരാജയമാണ് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും. അത്രേ എനിക്ക് പറയാനുള്ളൂ. നാണം ഉണ്ടാകുന്നെങ്കിൽ പോരുതാണ്, ഉളുപ്പുണ്ടാകുന്നെങ്കിൽ ഈ മുതലെടുപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അലവലാതി തെണ്ടിത്തരം കാണിക്കാനല്ലാതെ അതിന് ശ്രമിച്ചതുപോലും മണ്ടത്തരമായിപ്പോയി ശരിക്കും പറഞ്ഞാൽ. ഇതിന് പോകരുതാണ് ഇവിടെ നിന്ന് ഒരു സംഘടനയും പോകണ്ടാന്ന്. അവിടെ കോക്രോച്ച് തന്നെ മതിയാന്ന്. ആവശ്യത്തിന് കോക്രോച്ചുകൾ അവിടെ ഉണ്ടാകുന്നു. ഇതുങ്ങളതിൻ്റെ അധികപ്പറ്റായിപ്പോയി ചെന്ന് ഈ മറ്റേ കുറച്ച് ഡൈവേർട്ട് ചെയ്തേനെ ഇവരൊക്കെ കൂടെ ചെന്നിട്ട്. ആവശ്യമില്ലാത്ത
കഥകൾ ഇറങ്ങിയേനെ. ചുമ്മാ അതിനിടയിൽ പോയി മീൻ പിടിക്കാൻ നോക്കിയതാണ് ഊളകൾ.